മീറ്റ് അൻവിൻ ജോസ്. UK-ൽ ഭയങ്കര ഒരു ലക്ഷറിയസ് ലൈഫ് പുട്ട് ഔട്ട് ചെയ്ത് അതിലൂടെ ഒരു ഓഡിയൻസിനെ വളർത്തിയെടുത്ത് കുട്ടികളുടെ ഇടയിൽ സിംഗിൾ സിഗ്മ ലൈഫ് പുട്ട് ഔട്ട് ചെയ്ത് ഡ്രേക്ക് അമോറെ അല്ലെങ്കിൽ അനന്തു സുൽസ് എന്ന് പറയുന്ന വ്യക്തി എന്റെ കയ്യിൽ നിന്ന് പൈസ പഠിച്ചിട്ടുണ്ട്, അവരുടെ കയ്യിൽ പൈസ പഠിച്ചിട്ടുണ്ട്. ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിന്നുന്നതെല്ലാം പൊന്നാണ്. ആരാണ് ഡ്രേക്ക് എന്ന് നിങ്ങൾക്കറിയോ? ആരാണ് ആൻവിൻ എന്ന് നിങ്ങൾക്കറിയോ? പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഫുള്ള് ഇതൊക്കെയാണ് കേട്ടോ. ചിലപ്പോൾ എനിക്കറിയാത്തതായിരിക്കും, പക്ഷേ ഇതുപോലെ അറിയാത്തവർ ഒരുപാട് പേരുണ്ടെന്ന് കുറച്ച് ആൾക്കാരോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. പക്ഷേ ഇവർക്കിടയിലുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം കിടന്ന് കറങ്ങുന്നത്. ഒരു റീൽ എടുത്തു കഴിഞ്ഞാൽ ആൻവിൻ എന്തോ ഡ്രേക്കിനെ പറഞ്ഞു, ഡ്രേക്ക് എന്തോ ആൻവിനെ പറഞ്ഞു. ആരാണ് ഇവന്മാർ? ആരൊക്കെയോ ആണ് കേട്ടോ, വലിയ വലിയ ഫോളോവേഴ്സുള്ള വലിയ വലിയ മഹാന്മാരാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നറിയോ? ഇവർ രണ്ടുപേരും മോശക്കാരാണെന്നാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇല്ല, സോഷ്യൽ മീഡിയ മൊത്തം പറയുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം വരെയും കണ്ടത് ആൻവിൻ നാട്ടുകാരെ പറ്റിച്ചു, ആൻവിൻ നാട്ടുകാരുടെ അടുത്ത് ഇല്ലാ കഥകൾ പറഞ്ഞു, ഞാനൊരു പണക്കാരനാണ് എന്ന് പറഞ്ഞ് നടന്നു, ആൾക്കാരെ പറ്റിച്ചു എന്നായിരുന്നു. ഇന്നിപ്പോൾ നോക്കുമ്പോൾ കാണുകയാണ് ഡ്രേക്കാണ് നാട്ടുകാരെയൊക്കെ പറ്റിക്കുന്നത്. ഡ്രേക്ക് ആൾക്കാരെ കാശ് കടം മേടിച്ചു, കൊടുത്തില്ല തിരിച്ച്, പിന്നെന്തോ പെണ്ണ് വിഷയങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഈ നാട്ടുകാർക്ക് ഇതിനകത്ത് എന്താണ് കാര്യം? ഡ്രേക്ക് എന്തെങ്കിലും കാണിച്ചോട്ടെ, ആൻവിനും എന്തെങ്കിലും കാണിച്ചോട്ടെ. അവരൊക്കെ മോശക്കാരാണെങ്കിൽ അവർ മോശക്കാരാണ്. ഇതെന്താണ് പ്രശ്നം എന്ന് നിങ്ങൾക്കറിയോ? അറിയില്ലെങ്കിൽ കണ്ടോട്ടോ, ഒരുപാട് വീഡിയോസ് ഇറങ്ങിയിട്ടുണ്ട്, ഒന്ന് പോയി നോക്കിയിട്ട് വാ. ചുമ്മാ കൂതറ കഥകളാ. എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇവന്മാർ പരസ്പരം അടിയാണ്, അല്ലെങ്കിൽ പരസ്പരം ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുക. അതായത് മിയ ഖലീഫ വളരെ മോശക്കാരിയാണെന്നാണ്, അല്ലെങ്കിൽ നല്ല നടപ്പോടുകൂടി ജീവിക്കുന്നവളല്ല എന്നാണ് സണ്ണി ലിയോൺ പറയണത്. ഇനി ബാക്കിയെല്ലാം നിങ്ങളുടെ അഭിപ്രായം.